കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നമ്മെ നടത്തുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പർവ്വതങ്ങൾ മാറിപ്പോകുമ്പോൾ, കുന്നുകൾ നീങ്ങിപ്പോകും, പക്ഷേ ദൈവത്തിൻ്റെ ദയ നമ്മളെ വിട്ട് മാറുകയില്ല. അവിടുത്തെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളിച്ചെയ്തു. ഒരിക്കലും അവിടുത്തെ നിയമങ്ങൾക്ക് മാറ്റമില്ല. അവിടുത്തെ വഴികൾ ശ്രേഷ്ഠമാണ്. തൻ്റെ ജനത്തോടുള്ള നിയമത്തെ അറിയിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. വരുവിൻ, വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുവാൻ തയ്യാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. ഇമ്മാനുവേലായി, ശലേമായി, ഷമ്മയായി അവിടുന്ന് എല്ലാ ദിവസവും നമ്മളോട് കൂടെയുണ്ട്. ഹൃദയം ക്ഷീണിക്കുമ്പോൾ, ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിലവിളിക്കുമ്പോൾ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാ ദിവസവും തിരിച്ചറിയാൻ ഇടയാവണം. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവിടത്തേക്ക് കഴിയാത്ത ഒരു കാര്യമില്ല. പ്രിയരെ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവം. ഈ മനസ്സിൻ്റെ തകർച്ച കൂടെയുള്ള ആർക്കും അറിയാൻ പറ്റില്ല. അത് എൻ്റെ കർത്താവിന് മാത്രം. ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ദൈവം. നിൻ്റെ ഹൃദയം തകരുമ്പോൾ, മനസ്സ് ക്ഷീണിക്കുമ്പോൾ, നിൻ്റെ അവകാശത്തിലേക്ക് നിന്നെ കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട്. നീ എനിക്കുള്ള അവകാശങ്ങളെ തന്നിരിക്കുന്നുവെന്ന് ദാവീദ് പറയുമ്പോൾ, ക്ഷീണിച്ച സമയത്ത്, നിലവിളിച്ച സമയത്ത് ദൈവം ഇറങ്ങി വന്നു. തൻ്റെ ജനം നിലവിളിച്ചപ്പോൾ, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി കേട്ടു, സങ്കടം അറിഞ്ഞു എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത്. ഇന്ന് പ്രഭാതത്തിലും ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ആർക്കും ഇറങ്ങി വരാൻ പറ്റാത്ത ഇടത്ത്, ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ, ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ പറ്റാത്തപ്പോൾ ദൈവം പറയുക, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. എന്തിനാ? 400 പരം സംവത്സരം അടിമത്വത്തിലായിരുന്ന, ഇനി വിട്ടുതരത്തില്ല, എൻ്റെ കസ്റ്റഡിയിലിരിക്കും എന്ന് പറഞ്ഞ ഫറവോൻ്റെ ശക്തികളെ തകർത്തെറിഞ്ഞുകൊണ്ട് തൻ്റെ ജനത്തെ പുറപ്പെടുവിക്കാൻ എൻ്റെ ദൈവം ഇറങ്ങി വന്നു. അങ്ങനെയെങ്കിൽ നിലവിളിക്കുന്ന, കരയുന്ന തൻ്റെ ജനത്തെ മറ്റാരും അറിഞ്ഞില്ലെങ്കിലും എൻ്റെ യേശു അറിയുന്ന ദൈവമാണ്. എൻ്റെ യേശു നടത്തുന്ന ദൈവമാണ്. അവിടുത്തെ കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. കണ്ടാലും ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ. യേശു പറഞ്ഞതിലും വിശ്വസിപ്പീൻ. പിതാവായ ദൈവത്തിലും കർത്താവിലും വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ സകല വേദനകളും അറിയുന്ന, നിന്ദകളറിയുന്ന, തകർച്ചകളറിയുന്ന ഉന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യക്തമായി തിരിച്ചറിയാൻ ഇടയാവണം. ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. യഹോവയായ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇന്ന് പകലിലും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഉത്തരമല്ലുന്ന ഒരു ദൈവമുണ്ട്. ഉന്നതനായ ഒരു ദൈവമുണ്ട്. അവിടുത്തെ പ്രവർത്തികൾ നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ ദൂത് ഏറ്റെടുക്കട്ടെ. യെശയ്യാപ്രവചനം 55:6 വാക്യം, യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ച് അപേക്ഷിപ്പീൻ. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവിൻ, വന്ന് വാങ്ങി തിന്നുവീൻ.
നിങ്ങൾ വന്ന ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുന്നതിന് ഒരു പ്രതിഫലവും കൊടുക്കണ്ട, ഒരു മണിയും കൊടുക്കണ്ട. ദ്രവ്യമില്ലാതെ ഏതു സമയത്തും അടുത്തു വരാൻ, ഏതു സമയത്തും ഓടിച്ചെല്ലാൻ, ഏതു സമയത്തും അവിടുത്തെ സന്നിധിയിലേക്ക് അഭയം പ്രാപിക്കാൻ നമുക്കൊരിടമുണ്ട്. അത് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധാനം മാത്രമാണ്. സമാധാനം നഷ്ടപ്പെടുമ്പോൾ, സന്തോഷം നഷ്ടപ്പെടുമ്പോൾ, വേദനയകത്ത് വരുമ്പോൾ, മതിയെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ മതിയെന്ന് പറഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ അവിടുത്തെ പാദപീഠത്തിങ്കിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മളെ ശക്തീകരിച്ച ദൈവം, നമ്മളെ താങ്ങിയ ദൈവം, വലം കൈകൊണ്ട് എഴുന്നേൽപ്പിച്ച ദൈവം. ഹല്ലേലൂയ. അനേക തവണ പത്രോസ് തള്ളിപ്പറഞ്ഞപ്പോഴും ബലമുള്ള കൈകൊണ്ട് തന്നെ പിടിച്ച കരം. അവിശ്വാസം ഒത്തിരി നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിലും വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നവനുമായ യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ നമ്മളൊന്ന് തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ. അവിടത്തേക്ക് കഴിയാത്ത ഒരു കാര്യമില്ല. ഇവിടെ വായിക്കുന്നു, യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. പ്രിയ സഹോദരേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏതു സമയത്തും അവിടുത്തെ കണ്ടെത്താൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു. ദൈവത്തെ കണ്ടെത്തുന്നവൻ സമാധാനം കണ്ടെത്തുന്നു. ദൈവത്തെ കണ്ടെത്തുന്നവൻ നിത്യസന്തോഷം കണ്ടെത്തുന്നു. ദൈവത്തെ കണ്ടെത്തുന്നവൻ ഭയത്തിൻ്റെ വ്യാപാരത്തെ തകർത്ത് കളയുന്നു. ദൈവത്തെ കണ്ടെത്തുന്നവൻ അവിടുത്തെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്, അത് കണ്ടെത്തുകയാണ്. യഹോവയെ കണ്ടെത്തുന്ന സമയത്ത് നിങ്ങൾ നിരാശപ്പെടുകയില്ല. പിന്നെ കേട്ടോ, ജീവിതത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ കാര്യം യഹോവയെ കണ്ടെത്തുക, ദൈവത്തെ കണ്ടെത്തുക. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കും. അടുത്തിരിക്കുമ്പോൾ, ഒരു സ്നേഹിതനോട് കാര്യം തുറന്ന് പറയുന്നത് പോലെ എൻ്റെ ദൈവത്തോട് കാര്യങ്ങൾ അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ അബ്രഹാമിനോട് വരുവാനുള്ളത് മറച്ചു വെക്കുമോ? അപ്പോൾ നാളെ നടക്കേണ്ട കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തണമെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കണം. കച്ചയരയോടെ പറ്റിയിരിക്കുന്നത് പോലെ ദൈവത്തോടടുത്തിരിക്കാൻ പറ്റിയിരിക്കാൻ തയ്യാറാകുമെങ്കിൽ അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ഇന്ന് പ്രഭാതത്തിലും അവിടുത്തേക്ക് വിളിച്ചു പറയാനുള്ള ശക്തമായ സന്ദേശം, എൻ്റെ അടുക്കലേക്ക് വരുവീൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവീൻ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഞാൻ നിങ്ങളെ സഹായിക്കും, ഞാൻ നിങ്ങളെ ശക്തീകരിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് പകൽ ധൈര്യത്തോടെ അവിടുത്തെ അടുക്കലേക്ക് അടുത്തു വരൂ. ആരൊക്കെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുത്തു വന്നോ, അടുത്തു വരുന്നവൻ വിളിച്ചു പറയും, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, ഉദ്ധരിക്കുന്ന ഒരു ദൈവമുണ്ട്, പണിയുന്ന ഒരു ദൈവമുണ്ട്. യഹോവയെ കണ്ടെത്താകുന്നവൻ ജീവനെ കണ്ടെത്തി. തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിത്യജീവനെ കണ്ടെത്തുക, ദൈവത്തെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ അവർ പരാജയപ്പെടുകയില്ല. സകല പരാജയങ്ങളെയും വിജയത്തിലേക്ക് മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിത്യജീവമൊഴികൾ അവിടുത്തെ പക്കലുണ്ട്. അവിടുന്ന് എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയാനുള്ളത്, ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുത്തു വരൂ. അവിടുന്ന് നമ്മളിലേക്ക് അടുത്ത് വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. എന്നിട്ട് ആ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, യഹോവേ
നീ ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ വിചാരങ്ങളും വളരെയാകുന്നു. ഞാനവ വിവരിച്ചു പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികം. അതിൻ്റെ അർത്ഥം എന്താണ്? യഹോവയുടെ അടുക്കലേക്ക് അടുത്തു വരാൻ തയ്യാറാകുമെങ്കിൽ, അടുത്ത ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, യഹോവയുടെ അടുക്കലേക്ക്, ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുത്തു വരൂ, ദൈവത്തിങ്കിലേക്ക് അടുത്തു വരൂ, ദുഷ്ടൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. കേട്ടോ, ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുത്ത് ചെന്നാൽ ദൈവം നമ്മുടെ അടുക്കലേക്ക് അടുത്ത് വരും. പിശാചിനോട് എതിർത്ത് നിൽക്കണം. അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുത്ത് വരാൻ നിങ്ങൾ തയ്യാറാകുമോ? നിങ്ങളുടെ ശരീരത്തിന്മേൽ വിടുതൽ വ്യാപരിക്കുന്നു, നിങ്ങളുടെ മൈൻഡിൽ വിടുതൽ വ്യാപരിക്കുന്നു, നിങ്ങളെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്നു, ആത്മാവിൻ്റെ അനോയിറ്റിംഗ് നിങ്ങളുടെ മേൽ വരുന്നു, നിങ്ങൾ ആളും മാറിയവരെ പോലെയാകുന്നു. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവരിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങുകയാണ്. മോശ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ മോശയുടെ ത്വക്ക് പ്രകാശിച്ചതുപോലെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുന്നവർ ദൈവ തേജസ്സിനാൽ നിറയപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ പകലൊന്നും അടുത്തില്ലാമോ? അടുത്ത് വരുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവം, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കാത്ത ദൈവം എന്ന് തിരുവെഴുത്ത് പറയുന്നു. അങ്ങനെയെങ്കിൽ ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് നമുക്കൊന്ന് അടുത്തിയെല്ലാം. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശം അവിടുന്ന് നമുക്ക് നൽകിയതിനാൽ പ്രിയരെ, മറ്റു പലയിടത്തേക്ക് നമ്മൾ ഓടിച്ചെല്ലുമ്പോൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്, വരുന്നതിന് പരിമിതികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഏത് സമയത്ത് ഒരു പരിമിതിയില്ലാതെ അടുത്തു വരാൻ കഴിവുള്ള നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമുക്ക് അടുത്തിയെല്ലാം അവിടുത്തോട് പറ്റിയിരിക്കാം. ദൈവ സാന്നിധ്യം ഇന്ന് പകലും തിരിച്ചറിയട്ടെ. അടുത്തിരിക്കുന്നവർക്ക് പറയാൻ കഴിയും, എൻ്റെ ദൈവത്തോട് ഞാൻ അടുത്തിരുന്നപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ രുചിച്ചറിഞ്ഞു. നല്ലവനെന്ന് രുചിച്ചറിയാൻ തയ്യാറാവണം. ദാവീദ് പറഞ്ഞ പോലെ, സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങേ കണ്ടെത്താകുന്ന സമയത്ത് അങ്ങേ കണ്ടെത്താൻ, അങ്ങയോട് ചേർന്നിരിപ്പാൻ, അങ്ങയോട് പറ്റിയിരിപ്പാൻ, കർത്താവിങ്കിൽ നിന്ന് പ്രാപിപ്പാൻ പൗലോസ് പറയുന്നു, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചു. എപ്പോൾ? കർത്താവിൻ്റെ അടുക്കലേക്ക് എന്നപ്പോൾ. കർത്താവിൽ നിന്ന് പ്രാപിച്ച് മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ഉള്ള ആത്മീക ദൗത്യം ഇന്ന് പകൽ അവിടുത്തെ ആത്മാവ് ഞങ്ങളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. ജനം വിടുതൽ പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, ബലം വ്യാപരിക്കട്ടെ, ആത്മാവിൽ ശക്തിയോടെ നടക്കട്ടെ. സകല മഹത്വം അങ്ങയുടെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തു വത്സല സഹോദരങ്ങളെ, ധൈര്യത്തോടെ, ബലത്തോടെ, നിയോഗത്തോടെ മുമ്പോട്ട് പോകൂ. കർത്താവിനോട് പറ്റിയിരിക്കൂ, അവൻ നമ്മെ വിടുവിക്കും. അടുത്തിരിക്കൂ, അവിടുത്തെ ശബ്ദം നമ്മളെ കേൾപ്പിക്കും. ഈ വചനങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ് ബിജു.